കർത്താവ് ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൽ നിന്ന് ഔവയെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതായിരുന്നു അവർ ചെയ്ത ആദ്യ പാപം. അതിന് പ്രേരിപ്പിച്ചതോ ഒരു സർപ്പം. അച്ചോ, ഒരു സംശയം അച്ചോ. വെരി ഗുഡ്, ചോദിക്കൂ. ഈ കർത്താവിന് എങ്ങനെ ആദത്തെ ഹൗവയെ സൃഷ്ടിക്കാൻ പറ്റും? അവരുണ്ടായി കുറെ കാലം കഴിഞ്ഞല്ലേ കർത്താവ് പുൽക്കൂട്ടി പിറന്നു ക്രിസ്മസ് ഉണ്ടായത്. അപ്പൊ ശരിക്കും ആദത്തിന്റെ ഹൗവയുടെ മോനായിട്ട് വരില്ലേ ഈ കർത്താവ്? യേശു ക്ലാസ് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ഇതിനുള്ള ഉത്തരം ഞാൻ പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ആദത്തിന്റെയും ഔവയുടെയും മക്കളാണ് ലോകത്തിലെ എല്ലാ മനുഷ്യജാലങ്ങളും. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിമാരായി കണ്ട് ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലച്ചോ, അതെ, നമ്മളെല്ലാരും സഹോദരിമാരായിട്ട് കണ്ടു കഴിഞ്ഞാല് പിന്നെ കൂടുതൽ സഹോദരിമാര് ഈ ലോകത്തിൽ എങ്ങനെ ഉണ്ടാവച്ചോ? യേശു, നീ പള്ളിയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിക്ക്. ഞാൻ ഈ കുട്ടികൾക്ക് കുറച്ചു നേരം സുവിശേഷം പറഞ്ഞു കൊടുക്കട്ടെ. സത്യത്തിൽ ഈ ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയല്ലോ വെച്ചോ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുട്ടുവേദന എടുക്കുന്ന കൃഷ്ണ, ഈ മുട്ടുമെന്ന് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ട്? പോവാടാ. വേണ്ടല്ലേ? നീ വാ, പുറത്ത് നല്ലൊരു ചരക്കുണ്ട്. അയ്യോ, കർത്താവിനില്ല. അവൻ്റെ ഒരു കോൺക്യൂപ്പസ് ഉണ്ട്. നീ ഫോണിൽ ഡിക്ഷണറി എടുത്തേ. അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് എനിക്ക് പറയും. അവാർഡ് സിനിമയുടെ ബാൽക്കണി പോലെ ഈ പള്ളിമുറ്റം എന്താ ഇങ്ങനെ? എവിടെയാ തങ്കക്കൂടം? എവിടെ? സോറിയേ, നോക്കി നടക്കണ. ഈ ഡാഗിനിയാണ് നീ പറഞ്ഞ ചരക്ക്? ഇല്ലടാ, ഇവിടെ ഉണ്ടായിരുന്നു. തങ്കക്കൂടല്ല, അസ്ഥികൂടാണ്. നമ്മുടെ റിസോർട്ട് ഫുൾ സ്വിംഗിലായ പിന്നെ ഡാഗിനിയുടെ ഹോം സ്റ്റേയിൽ ഒരു ഈച്ച പോലും കയറുന്നില്ല. അതിന്റെ ഒരു കലിപ്പ് അവർക്കുണ്ട്. എന്നാ നന്നായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കട്ടെ അമ്മച്ചി. യു ആർ ടെറിബിളി മിസ്റ്റേക്കൻ. മേരി ചേച്ചിയുടെ അവിടെ ഇപ്പോഴും തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. അവിടെ പോയി ഒരു ദിവസം താമസിച്ചാൽ പിന്നെയും വരാൻ തോന്നുന്നു. അതാണ് മേരി ചേച്ചിയുടെ കൈപ്പുണ്യം. എടാ യേശു, നമ്മൾ നമ്മുടെ മെനു ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫുഡ് ഫ്യൂഷൻ എങ്ങനെയുണ്ട്? അതെ, നീ ഗസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാൽ മതി. ഫുഡ് ആൻഡ് ബിവറേജ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അച്ഛനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇത്തിരി പഠിപ്പും വിവരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാൻ പറ്റുമല്ല. നീ ചോദിക്കുക യേശു, പകരും തോറും വളരുന്ന സാധനമാണ് ഈ നോളജ്. അതെ, സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മിക്ക ദൈവങ്ങളും ക്ലീൻ ഷേവ് ആണല്ലോ. അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഷേവ് ചെയ്തു? അതും പോട്ടെ, ഈ ദൈവം കാലത്ത് എന്റെ ഷേവ് ചെയ്യണ കാര്യമൊന്നും സങ്കല്പിച്ചു നോക്കി. ശരിയാവണ്ട. ഈ 6 കൈയുള്ള ദേവിക്ക് ബ്ലൗസ് അടിക്കുന്ന ആരാ? നീ ഇവിടെ വർഗീയലെല്ലാം ഉണ്ടാക്കാൻ നടക്കണോ യേശു? ഇതാ കുഴപ്പം. ഒരു സംശയം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ സമുദായം കലാപം പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് എനിക്ക് മനസ്സിലാത്ത മറ്റൊരു കാര്യം. ഈശോ മിശിഹായ്ക്കുള്ള സ്തുതി അകത്തിന്ന് ഈശോനോട് പറഞ്ഞാ പോരെ, എന്തിനാ അച്ഛനോട് പറഞ്ഞത്? വൈ സച്ച് സില്ലി കസ്റ്റംസ്? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചോ. ഓൾ ദി ബെസ്റ്റ്. പാവച്ചൻ, നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഞാനൊന്ന് ഉത്തരം തരുന്നുണ്ട്. അകത്തേക്ക് വാ. പഴയ വീഞ്ഞൂലിരിപ്പുണ്ടാച്ചോ? എല്ലാം കറക്റ്റാണ്, നോക്കേണ്ട ആവശ്യമില്ല. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം? വിഷമോ? എവിടെ? ഇപ്പൊ പോയ ഒരാഴ്ചത്തെ ഫുഡ് പർച്ചേസിന് 12,500 രൂപയോ? എന്താണത്? വെജിറ്റബിൾസ് ഒക്കെ എന്താ വില? അതിന് ഉള്ളിക്ക് 800 രൂപയോ? ഉള്ളിക്ക് എന്താ വിലയെന്നറിയോ? ഉള്ളിക്ക് കിലോ 16 രൂപയുള്ളൂ സാറേ. നമ്മുടെ 16. ആ ഉള്ളി അല്ലേ ഈ ഉള്ളി? സാറേ, അവര് കളിക്കുന്ന സ്റ്റെപ്പ് കണ്ട? ഫ്രീ ആവുമ്പോ ഞാനും ഈ തൂമ്പ പഠിച്ചല്ലെന്ന് ആലോചിക്കാം. ഫ്രീ ആകുമ്പോഴോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം. ചെയ്തോ, എനിക്ക് അത്ര മണി പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നീ ബ്ലൂടൂത്തിൽ കളിക്കണ പോലെ എന്നോട് കളിക്കാൻ നിൽക്കുന്നുണ്ടേ. അയ്യോ, എന്നെ കൊല്ല്. ഓ, അവന്റെ സൂമ്പ ശരിയാക്കി തരാം.
മോനെ ദിനേശ. ശംഭോ മഹാദേവ. Hi guys. നീ എന്ത് പരിപാടി കാണിക്കുന്നത്? എന്ത്? ഇവിടെ ക്ലാസ് നടക്കുന്നത് കാണല്ലേ? പിന്നെ എനിക്ക് വിളിക്കണ്ടേ? How are you all? Hi. I just thought I will have a dip. That's cool. Okay, let's take a break. ഇത് നിമ്മിക്ക് മധുരം കുറച്ചത്. ഗ്രേപ്പ് ജ്യൂസ് സുഹാസിനിക്ക്. Suhanisa. ഇവനല്ലേ കോഴി വാങ്ങണമെന്നും പറഞ്ഞു പോയത്? Suha. Nisa. Okay. Suhanisa. സുഹാസുന. Suha. Nisa. മഹാസുനല്ലടാ, മഹാസുന. പ്രൊനൗൺസിയേഷനിലൊക്കെ എന്തുണ്ട് കുട്ടി? സുഹാനിസ ആണെങ്കിലും പതിനിസ ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. Oh, thank you. അല്ലേടാ? എവിടം കൊണ്ട്? അല്ലെ ചന്ത ഏ? അല്ല ഈ ചരിഞ്ഞിക്കുമ്പോഴേ പതപ്പിക്കടാ, പതപ്പിക്ക്. ഉണ്ട്. Ha, hey. What rubbish, man. How can you compare apples with oranges? ഓ അങ്കരേശി ബാബു എത്തിയുണ്ടല്ലോ. പുള്ളിക്ക് എന്താ മലയാളം അറിയില്ലേ? അവനിതൊരു എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലല്ലോ. അതിന്റെ കോംപ്ലക്സാ. Hello? Pass ആവാത്തല്ല. I quit. Bloody education systems in India. I quit. ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ I would have ruined my career. എന്നിട്ട് പാസ്സാവാതെ സാർ ഇവിടെ എന്ത് മഹാകാര്യമാണോ ചെയ്തത്? ഡെന്നി നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ടാ പറയില്ല കേട്ടോ. അവന് ഇജോറാട്ടോ. മാഡത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പം ഇതുപോലെ വയറുന്തി വിഗ്ഗും വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും അല്ലല്ലോ. ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, എവരിബഡി മേ ബി സെയിം ബിഫോർ ലോ ബട്ട് എവരിബഡി മേ നോട്ട് ബി സെയിം ബിഫോർ ബയോളജി. ഓക്കേ, നിന്നല്ല. ഡോണ്ട് യു വാണ്ട് ലിൻഡ ഗുഡ്മാൻ സ്റ്റാർ സൈൻ സുഹാന സർ? Of course. You have it? You say it, I have it. Come. Bye, I'll be back. സൂക്ഷിക്കണേ, അവൻ അക്രമകാരിയാ. Hey, Hey, actually we share the same star sign. are you a Scorpio? ആവശ്യ സമയത്ത് ഒരു മടല് പോലും വീഴില്ല. എന്റെ പുതിയ മ്യൂസിക് വീഡിയോ കണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെറുപ്പിക്കില്ല. What? I mean, I've seen it 1,000 times and let me tell you, you look gorgeous. Thanks. കുന്തോളം. Spanish fly. World's second best aphrodisiac. എന്തോന്ന്? സാമ്പിൾ കുപ്പിയല്ലേ? പുല്ല് aphrodisiac. എടാ, കാമമുണർത്തുന്ന മരുന്ന്. അങ്ങനെ ഒരു മരുന്നുണ്ടാ? ശരിക്കും? നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. റൈനോസ് ഹോൺ സംഘടിപ്പിക്കാൻ കുറെ നോക്കിയതാ. അതാ നമ്പർ 1. ഇതവന്റെ അനിയൻ. ഇതായാലും മതി. എന്തിനു? സുഹാനിസ. അവളെന്റെ സ്റ്റുഡന്റാ. ഒരു മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടല്ലോ. ഒന്നിപ്പോ PhD ഒന്നല്ല നീ അവളെ പഠിപ്പിക്കില്ല. അതല്ലേ? എന്റെ സൂമയെ കുറിച്ച് ഒരു അക്ഷരം പിന്നെ സുംബ നിന്റെ കാമുകിയല്ലേ പോയായിരുന്നു. പക്ഷെ നിനക്കെന്തരത്? നാളെ ഇവന്റെ സൂംബ ക്ലാസ് കഴിഞ്ഞു ആ. ഞാൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? വേറെ എവിടെ വെച്ച്? ഇവിടെ വെച്ച് തന്നെ. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇമാതിരി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കറക്റ്റ് പള്ളിമണി. അതിന് ഞാൻ അവളെ കൊണ്ട് പള്ളിയിൽ പോകണം. ദേ നോക്കിയേ, 6 മാസം അവളുടെ പിന്നാലെ നടന്നിട്ടാ അവളൊന്നും സമ്മതിച്ചത്. ഇതിനെങ്ങാണ് പാര വെക്കാൻ നോക്കിയുണ്ടല്ലോ. എടാ, നീ അവളുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾക്ക് വരട്ടച്ചൊറി ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. തന്നെ ശരിക്കും വരട്ടച്ചൊറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സഹിച്ചു കേട്ടാ. അതിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വേണ്ട, നീ അവളൊരു സിസ്റ്ററായി കണ്ടോ. ഓടാ. നമ്മുടെ ഏത് കാര്യം മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ. ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുമ്പോ നമ്മൾ സന്തോഷിക്കില്ലടാ വേണ്ടത്. അവള് സമ്മതിച്ചിട്ടില്ലേ, പിന്നെന്താ? നിനക്ക് സമ്മതല്ലടാ പ്രിയ. പോടാ പട്ടി. നിനക്കറിയോ എനിക്ക് അവൾ എന്ത് ഇഷ്ടാണെന്ന്? ദേ അടുത്തത്. അവളോട് ഇത് പറയാൻ പലവട്ടം ശ്രമിച്ചതാ. എന്നിട്ട് എന്ത്? നിന്റെ നാവ് പൊന്തിയില്ല? പൊന്താത്തോണ്ടല്ല, പിന്നെ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. എന്ത്? അല്ല, ഞങ്ങളുടെ ജാതിക്ക് പറയാണല്ലോ. ആ, ആണല്ലോ. അപ്പൊ നീ അത് പൊന്തിക്കാൻ നിക്കണ്ട. അത്ര നിങ്ങൾക്ക് എന്താടാ കണ്ണില്ലേ? രണ്ടുപേരും ഓടി നടന്ന് ട്രയാങ്കിൾ ലവ് സ്റ്റോറി കളിക്കാൻ. ഇതിന് മാത്രം എന്താണ് അവൾക്കുള്ളത്? നിന്റെ കണ്ണല്ല എന്റെ കണ്ണ്. നിന്റെ കാമം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കരുത് ഡെന്നി, പ്ലീസ്. നാളെ നീ എന്റെ ഡിസക്ക് സ്പാനിഷ് പ്ലേ കളിക്കാൻ കൊടുക്കാൻ പോകണല്ലേ? നാളെ അവൾക്ക് ഏതോ കൂതറ ആഡിന്റെ ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. സോ മറ്റന്നാ. നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്നുള്ള എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാ പറയുന്നേ? എന്നോട് പറഞ്ഞാ പോരെ. സോ മറ്റന്നാൾ എല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന? നിനക്ക് ദൈവകോപം കിട്ടൂടാ. ഓടാവേ. ഈ ഒരു കാര്യത്തിൽ കർത്താവിനെ വരെ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ. എടാ, ഇതിന് ഞാൻ കൊല്ലട്ടെ. ഇനി ഇതൊക്കെ ആർക്കു വേണ്ടിയോ? സുനാമി അടിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ യേശു? പിന്നെ അതിലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത്. അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത്. തീരെ അടിച്ച പിന്നെ ഇവിടെ ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോകും.
നീ എന്തിനാ പാതിരാത്രി ഇവിടെ ഫോൺ ചെയ്തേ? ആര് ഫോൺ ചെയ്തു? ഒരുമാതിരി കിടന്ന് ഉരുളല്ലേ? അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചു പറയാൻ മാത്രം എന്ത് കാര്യമായിട്ട് ഇവിടെ ഉള്ളേ? ഇത് എന്റെ പേഴ്സണൽ കാര്യങ്ങളുടെ ഇടപെടുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്. നീ അവിടുത്തെ കാര്യം നിനക്ക് കൊള്ളാം. സീൻ കാണാനും സമ്മതിക്കില്ല, ഫോൺ ചെയ്യാനും സമ്മതിക്കില്ല. എന്താണത്? നീ പോയിക്കോ, ഇത് ഞാൻ ശരിയായിക്കോളാം. എന്റെ ചാരിത്രം സാറിന്റെ കയ്യില, എന്നെ രക്ഷിക്കണം. നീ പോയിക്കോ. ഇവനിങ്ങനെ വിട്ടാ പറ്റില്ലടാ. അവനെ പിണക്കുന്ന അത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ കയ്യിലാണ്. അവനൊരു പണി കൊടുത്താ പോരെ? എങ്ങനെ? വഴിയുണ്ട്.